ഹലോ ഗൈസ്, ഒരു ഓഫുള്ള ദിവസം ഞങ്ങൾ രണ്ടുപേർക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിലോട്ട് പോയപ്പം കിച്ചൺ ടവലിൻ്റെ അവസ്ഥ ഇങ്ങനെ. ഇന്നലെ അച്ചു കുക്കിംഗ് ചെയ്തതിൻ്റെ പ്രൂഫാണ് ഈ കാണിക്കുന്നത്. അത് കണ്ട് ഞാൻ നേരെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെടി ഉണങ്ങി വന്നിട്ടുമുണ്ട്. എന്തായാലും ആ ചെടി ഇന്നൊന്ന് സോർട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ. ഇന്ന് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാലോ എന്ന്. ആദ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടത് ടെൻബ്രിഡ്ജ് വെൽസിൽ എവിടെയെങ്കിലൊക്കെ തന്നെ പോയാലോ എന്നുള്ള രീതിയിലാണ്. ഇന്നലെ അച്ചു ഈ കിച്ചണിൽ കയറി കുക്കിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് എന്തായാലും കിച്ചൺ ക്ലീൻ ആക്കിയിട്ടേ എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കിച്ചൺ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ആദ്യം ഇന്നലെ അച്ചു കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കാമെന്ന് വെച്ചു. പിന്നെ തുണി ഇന്ന് അലക്കാനായിട്ടും ഉണ്ട്. അപ്പോൾ തുണി ആദ്യം വാഷ് മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാഷ് മെഷീൻ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂല്ലോ. തുണി ശരിക്കും പറഞ്ഞാൽ അത്ര അങ്ങോട്ട് അലക്കി വെക്കാനായിട്ടില്ലായിരുന്നു. പിന്നെ യൂണിഫോം എനിക്ക് എങ്ങനെയെങ്കിലും നേരത്തെ ഒന്ന് അലക്കി ഉണങ്ങി കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ തുണി അലക്കുന്നത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഡയറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടന്നാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് ഓട്സ്. അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഓട്സ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഷയിൽ ഞാൻ മേടിച്ചങ്ങ് വെക്കും. അപ്പോൾ ഒരു ബോക്സിനകത്ത് 10 സാഷേസ് കാണും. ഇത്രയും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഇന്നത്തെ ദിവസത്തെ ഇൻട്രോ അങ്ങോട്ട് തുടങ്ങിയില്ലല്ലേ. അപ്പോൾ എന്തായാലും ഒട്ടും അങ്ങോട്ട് താമസിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് J&S. ഓട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് കോഫിയോ ചായയോ ഒന്നും കുടിക്കാൻ ഇഷ്ടമേ അല്ല. പക്ഷെ അച്ചുവിനാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു കോഫി കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് അച്ചുവിന് മാത്രം ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ട് ബാക്കി പാൽ വെച്ചിട്ട് 2 പേർക്കുള്ള ഓട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ടിയുള്ള ഓട്സിൽ എനിക്ക് കുറച്ചേറെ പാല് വേണം. കാരണം എനിക്ക് ഓട്സ് അങ്ങനെ മുങ്ങിയെടുക്കുന്നതാണ് ഇഷ്ടം. കോവിഡ് ടൈമിൽ എൻ്റെ പല്ലിൽ കമ്പി ഇട്ടപ്പം ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു ഓട്സ്. പപ്പയായിരുന്നു എനിക്ക് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ഓട്സിൻ്റെ ഒരു ഫാനാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ട്വിസ്റ്റൊക്കെ വരുന്നത്. ഇന്നലെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ആ കാര്യത്തിൽ നിന്ന് ആകെ 2-3 കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം മാറി. ഒരുമിച്ച് ഒരു ഓഫ് കിട്ടുന്ന ദിവസമാണെങ്കിൽ മാക്സിമം ഞങ്ങൾ 2 പേരും എങ്ങോട്ടെങ്കിലും വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കും. ഗ്രോസറി ഷോപ്പിംഗ് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഡ്യൂട്ടി, ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് മടുത്തു. അച്ചുവിന് എന്തായാലും ആ ഒരു ഡിസിഷൻ കൊടുത്തിട്ട് ഞാൻ നേരെ ബെഡ്റൂമിലോട്ട് വന്നു. എനിക്ക് രാവിലെ ഈ ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ട് സോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അച്ചു ഏറ്റവും ലാസ്റ്റ് എഴുന്നേക്കുന്നതുകൊണ്ട് ചില സമയത്ത് ബെഡ് ഒന്നും സോർട്ട് ചെയ്യത്തേ ഇല്ല. ബെഡ് സോർട്ടിങ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ എൻ്റെ മനസ്സിൽ ഒരു നീറ്റാന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും അടുത്ത പരിപാടിയാണ് വാർഡ്രോബ് ഓർഗനൈസിങ്. വലിയതായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും കുറച്ച് പൊസിഷൻസ് ഒക്കെ ഒന്ന് മാറ്റുക. അങ്ങനെ അവിടെ ഇരുന്ന ഹൂഡീസ് എല്ലാം ഞാൻ മാറ്റി വേറൊരു സ്ഥലത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മഫ്ലേഴ്സും ക്യാപ്സും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ താരം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ വാഷ് മെഷീനകത്തിട്ട തുണികളെല്ലാം ഒന്ന് ഏകദേശം അലക്കി തീരുന്ന സമയമൊക്കെ ആയത്. അപ്പം ഞാൻ ഓർത്ത് എന്താ പിന്നെ ഡ്രൈ ചെയ്ത ക്ലോത്ത്സുകളെല്ലാം ഒന്ന് മടക്കിങ്ങ് വെച്ചാലോ എന്ന്. ഈ സമയത്തൊക്കെ ഏകദേശം അച്ചു ഡിസൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ എന്തായാലും ഇപ്പോൾ പോയി ഒരുങ്ങുക എന്നുള്ളത്. എനിക്ക് എന്തായാലും ഒരു പണി ചെയ്ത് തീരാതെ തന്നെ എനിക്ക് വേറൊരു പണിയിലോട്ട് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തുണികളെല്ലാം ഒന്ന് പതുക്കെ മടക്കിക്കുന്ന വെച്ചിട്ട് അലക്കി തുണികളെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ട് ഒരുങ്ങാമെന്ന് വെച്ചു. ഇപ്പൊ ഒന്ന് വെളിയിലോട്ട് നോക്കിക്കാൻ നല്ല വെയിലില്ലേ. വെളിയിലോട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റുമാണ്. പക്ഷെ UK ക്ലൈമറ്റ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. എപ്പോഴെപ്പോഴും ഈ സെയിം റൂട്ടീൻ ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷെ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴെപ്പോഴും നിങ്ങൾ കാണുമ്പം സെയിം റൂട്ടീനായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടിയുള്ള ദിവസങ്ങളൊന്നും ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാറേയില്ല. ഓഫുള്ള ദിവസങ്ങളാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ തുണി അലക്കലും നിങ്ങൾ കാണാറുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എന്തായാലും വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഞാൻ വൈകാതെ പറയുന്നതായിരിക്കും. കുറച്ചു മുന്നേ വെളിയിൽ വെയില കാണിച്ചെങ്കിലും ഇപ്പം കണ്ടില്ലേ, വെയിലൊന്നുമില്ല. ഏകദേശം ഒരു ഇരുട്ടി വരുന്നൊരു ക്ലൈമറ്റാണ്. ഈ പ്രാവശ്യം ബസ്സിലൊന്നുമല്ല യാത്ര, ട്രെയിൻ വഴിയാണ് പോകുന്നത്. അപ്പം ഒത്തിരി മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിൽ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് നേരെ അങ്ങ് ഷെഫീൽഡിലോട്ട് പോയാലോ എന്ന്. കാരണം എനിക്ക് ഷെഫീൽഡ് എപ്പോഴും മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴെങ്കിലും അതിനായി ഒരു സമയമൊക്കെ വരുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് ഞങ്ങളുടെ ടോൺ ബ്രിഡ്ജ് ആയിരുന്നു. ടോൺ ബ്രിഡ്ജിൽ ഞങ്ങൾക്ക് വേറൊരു ട്രെയിന് മാറി കയറിയാലേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അടുത്ത ട്രെയിനും വന്നു, ആ ട്രെയിനിലും കയറി. ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമാണ് അഷ്ഫോർഡ് ഇന്റർനാഷണൽ. പേര് കേട്ടപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും വേറെ ഏതോ സ്ഥലമെന്ന്. അല്ല, ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരം മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഡിസൈനർ ഔട്ട്ലെറ്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഷെഫീൽഡിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ഡിസൈനർ ഔട്ട്ലെറ്റിലാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ഈ ഡിസൈനർ ഔട്ട്ലെറ്റ്സിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ലിൻഡൊക്കെ ഉള്ള കടകളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ലിൻഡ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റ് പാക്ക് മേടിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഈ ഡിസൈനർ ഔട്ട്ലെറ്റ് എന്ന രീതിയിലുള്ള ബോർഡുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ ഡയറക്ഷൻസും ഒക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒട്ടും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വരെ അത് നോക്കി റെഫർ ചെയ്തങ്ങ് നടന്നാലും മതിയായിരുന്നു. ദൂരെ നിന്ന് ഞാൻ ആദ്യം കണ്ടുപിടിച്ച കട ഏതാണെന്നറിയോ? ടോമി ഹിൽഫിഗർ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ CKയുടെ ബ്രാൻഡും ഉണ്ടായിരുന്നു. ഞാൻ ബ്രാൻഡിൻ്റെ വലിയ പേഴ്സണൊന്നുമല്ല, പക്ഷെ ടോമി ഹിൽഫിഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. CK എനിക്ക് അത്ര അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ചില സമയത്ത് എനിക്ക് CKയുടെ കുറച്ച് സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ അങ്ങോട്ട് നടന്ന് വന്നപ്പോഴത്തേക്കും ഓരോ ബ്രാൻഡ് കടകളിലൊക്കെ കണ്ടു. ചെറിയ രീതിയിലൊന്ന് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തു സ്ലിം ചിക്കൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനകത്ത് കയറാമെന്ന്. കാരണം ഞങ്ങൾ ഇന്നേ വരെ അവിടുത്തെ ചിക്കൻസ് ഒന്നും ടേസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെ KFCയുടെ ഡൂപ്പാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ കടയിലോട്ട് കയറിയത്. ഒടുവിൽ ഫുഡൊക്കെ വന്നു. ഫുഡ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ബർഗർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം ഏതോ ഒരു വല്ലാത്തൊരു പന്ന സോസൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ബർഗറിനകത്ത്. ചിക്കനും വലിയ കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പോയത് ലിൻഡിൻ്റെ കടയിലായിരുന്നു. എൻ്റെ കാട്ടും കൂടുതൽ ലിൻഡൊക്കെ മേടിക്കണമെന്നുള്ള ആഗ്രഹം അച്ചുവിനാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒത്തിരി ഫോഴ്സ് ഒന്നും ചെയ്തില്ല ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കണം വേണ്ടെന്നൊന്നും. പക്ഷെ അച്ചു ആണ് എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്ത് നമുക്ക് ലിൻഡിൻ്റെ ഷോപ്പിൽ പോകാന്നുള്ളത്. കാരണം അച്ചു അത്രയ്ക്കും ഡൈ ഹാർട്ട് ഫാനാണ് ലിൻഡിൻ്റെ. അങ്ങനെ അവിടെ കുറച്ച് നേരം കടന്ന് കറങ്ങി ഏതൊക്കെ പാക്ക് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങളിരുന്നത്. അങ്ങനെ ഒരു പിസ്ത ഫ്ലേവർ പാക്ക്, 2 മിൽക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് പാക്ക് വരുന്നത് ഞങ്ങൾ മേടിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓരോ ഷോപ്സിലും ഞങ്ങളിങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം കയറിയത് പെർഫ്യൂം ഷോപ്പിലായിരുന്നു. അവിടെ ഒന്നും കണ്ടു ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിന് M&S ഔട്ട്ലെറ്റിൽ കയറി, അവിടെ ഒന്നും കണ്ടു ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത ഏത് കട കയറുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആർക്ക് രീതിയിൽ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടത്. അത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാനാണ് ഏറ്റവും വലിയ രസം. നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു അത്. അഷ്ഫോർഡ് ഡിസൈനർ ഔട്ട്ലെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഒരു ടെൻറ്റ് രീതിയിലാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ കാണുന്നത്. പക്ഷേ അകത്ത് പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സ്ഥലം കാണാനൊക്കെ നല്ല രസമാണെങ്കിലും ഓരോ കടകളിൽ കയറുമ്പം അത്രയ്ക്കും നല്ല രീതിയിലുള്ള റേറ്റ് ഒക്കെ ഉണ്ട് സാധനങ്ങൾക്ക്. ഞങ്ങൾ അഡിഡാസിലും കയറി, പ്യൂമയിലും കയറി. ഇനി എവിടെ കയറണം എന്നുള്ള ആലോചിച്ചായിരുന്നു ഇങ്ങനെ ഇരുന്നത്. പക്ഷേ നെക്സ്റ്റിനും ന്യൂ ലുക്കിനും ഔട്ട്ലെറ്റ് മാത്രം ഞങ്ങൾ അവിടെ കണ്ടില്ല കേട്ടോ. ആ ഔട്ട്ലെറ്റ്സ് ഒന്നും അവിടെ ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഒരു നല്ലതായേനെ. കുറേ ആൾക്കാരുടെ കയ്യിൽ റിച്വൽസിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നത് കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ റിച്വൽസിലൊന്ന് കയറി നോക്കാമെന്ന്. പക്ഷെ റിച്വൽസ് കയറിയിട്ടും ഒരു ഗുണമില്ലായിരുന്നു. കാരണം അത്രയ്ക്കും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ഷോപ്പൊക്കെ കണ്ടു. പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചായിരുന്നു ഇങ്ങനെ ഇരുന്നത്. എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. എന്തായാലും ഓപ്പൺ റിട്ടേൺ എടുത്തത് നന്നായി. കാരണം ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലോട്ട് പോകാമല്ലോ. അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3:45 ഇറങ്ങി. 4 മണിക്ക് കറക്റ്റാണ് ട്രെയിന്. എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഉറക്കമൊക്കെ വരാനായിട്ട് തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. പിന്നെ കിടന്ന് ഉറങ്ങാമെന്നുള്ള രീതിയിലാണ് ഞാനിരുന്നത്. വീട്ടിൽ ചെന്നപ്പോഴാണ് 2 പാഴ്സൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പാഴ്സലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇനി കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ നാളെ വേറൊരു വ്ളോഗുമായിട്ട് വരാവേ. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ് സൈനിങ് ഓഫ്.